ഇപ്പോൾ ഞങ്ങൾ NDA സ്ഥാനാർത്ഥിയെയും കണ്ടു. NDA സ്ഥാനാർത്ഥി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ബാബുവും റിയാസും തമ്മിലാണ് മത്സരം, പുറത്തുനിന്ന് വന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്നാണ്. പ്രകാശ് ബാബുവും റിയാസും തമ്മിലാണ് മത്സരം. അദ്ദേഹത്തിൻ്റെ സ്വപ്നം കാണാം. അദ്ദേഹം 3ാമത്തെ തവണയാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞൊരു മാധ്യമത്തോട് അദ്ദേഹം പറഞ്ഞിട്ടത് ഞങ്ങൾ ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. അദ്ദേഹം ഏത് നാണയത്തിൻ്റെ വശമാണെന്ന് ചോദിച്ചാൽ ഇതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അതൊക്കെ അങ്ങനത്തെ ഒരു വെയ്ഗ് സ്റ്റേറ്റ്മെൻറ്റിന് അപ്പുറത്തും അതിനൊരു പൊളിറ്റിക്കൽ വാലിഡിറ്റി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിലമ്പൂരായിരുന്നു സ്വന്തം മണ്ണ്. ബേപ്പൂർ ഒരുപക്ഷെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മത്സരരംഗത്തേക്ക് വന്ന ഒരാളാണ്. ഈ ബേപ്പൂരിൻ്റെ ഒരു പൾസ് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് അല്ലെങ്കിൽ UDF പ്രവർത്തകരൊക്കെ അതിന് എന്താ പറയുക, മുഴുവൻ മനസ്സോടെ സ്വീകരിച്ചോ? പഴയ ഇടതുപക്ഷക്കാരനായ പരിപൂർണമായിട്ടും UDF ഇവിടെ ഒറ്റക്കെട്ടാണ്. UDF മാത്രമല്ല, ഇവിടെ ജനങ്ങളുടെ ഒരു വിഭാഗവും ഞങ്ങളുടെ കൂടെ തന്നെയാണ്. സഖാക്കളുടെ ഒരു നല്ല വിഭാഗവും ഞങ്ങളുടെ കൂടെ ഈ വിഷയത്തിലുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ജയിക്കാൻ കഴിയും. ഈ മണ്ഡലത്തിലെ ജനം എതിരാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ അരമണിക്കൂർ നിങ്ങളുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ കാണുകയായിരുന്നു, ലൈവ് കാണുകയായിരുന്നു. എന്താണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്? അദ്ദേഹം ആകെ പറയുന്നത് 2 പുലിമൂട്ടിൻ്റെ വിഷയം ഒരു ടൂറിസമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഡ്യൂട്ടി മണ്ഡലവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കില്ല. അതിനെക്കുറിച്ച് ആശുപത്രിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞോ? കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞോ? ഇവിടെ അടഞ്ഞു കിടക്കുന്ന തൊഴിൽശാലകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇവിടെ മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പറയുന്ന കടലോര മേഖലയിലെ ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാണ്. ബേപ്പൂർ പോർട്ട് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഇടിഞ്ഞു തകർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ പ്രസവിക്കാൻ സൗകര്യമില്ലാത്ത ഗൈനക്കോളജി ഇല്ലാത്ത ഏക ആശുപത്രി ഇവിടെയാണ്. ആരോഗ്യരംഗം 2 ഹെൽത്ത് സെൻ്ററുകൾ മാറാടും കടലുണ്ടിയിലും ഇവിടെ പൂട്ടിക്കിടക്കുകയാണ്. ഇവിടെ 1.5 വർഷമായിട്ട് സർക്കാർ കൊടുത്ത MP കൊടുത്ത ഒരു ആംബുലൻസ് കേട് വന്നിട്ട് അതൊന്ന് നന്നാക്കി കൊടുക്കാൻ ആ സർക്കാരിലെ ഒന്ന് ഇടപെടാൻ സാധിച്ചിട്ടില്ല. 2 അംഗനവാടികൾ ഈ പറയുന്ന നമ്മുടെ കടലുണ്ടി പഞ്ചായത്തിൽ കെട്ടിടം അൺഫിറ്റാണെന്ന് പറഞ്ഞിട്ട് പൂട്ടി പോയി. അവസാനം ജനങ്ങൾ ഇടപെട്ട് രക്ഷിതാക്കൾ ഇടപെട്ട് ഒരു കെട്ടിടത്തിൻ്റെ ചായ്പിൽ ആ 2 അംഗനവാടികൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ UDF കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്ന് സ്ത്രീകൾക്കുള്ള KSRTCയുടെ യാത്രയാണല്ലോ. ആ യാത്രാ സൗകര്യം അനുഭവിക്കാൻ ഒരു നിർഭാഗ്യവാന്മാരായ സ്ത്രീകളാണ് ഇവിടെ ഉള്ളത്. ഒരു ബസ്സില്ല, ഒരു KSRTC ബേപ്പൂരിലില്ല, കടലുണ്ടിയിലില്ല, ഈ പറയുന്ന ഫറൂഖിലില്ല. ഒരു ലോക്കൽ ബസ്സിൻ്റെ അവൈലബിലിറ്റി. ഗവൺമെൻറ് സ്കൂളുകൾ 23 ബസ് കൊടുത്തിട്ടുണ്ട് ഞാൻ നിലമ്പൂരിൽ. ഒരൊറ്റ ബസ് ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകൾക്ക് MLA ഫണ്ടിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്ക് ആ പാലം ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടു. രാത്രിയാകുമ്പോൾ ട്രെയിൻ പോകുമ്പോൾ ആളുകൾ കർട്ടൻ മാറ്റിയിട്ട് നോക്കി നിൽക്കും, എന്തൊരു ഭംഗിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പകലത്തെ സ്ഥിതി ഇതാണ്. അപ്പോൾ എല്ലാം ലൈറ്റിട്ട് റീൽസ് ഇട്ട് ലൈറ്റ് കളർഫുള്ളാക്കി ആളുകളെ വഞ്ചിക്കുന്ന നിലപാടാണ്. ആ നിലപാട് തുടരുകയാണ് ഇപ്പോൾ ജനാധിപത്യത്തിലും. കേരളത്തിലെ 4 റിബലാണ് അപരന്മാരാണ് PV അൻവറിനുള്ളത്. അപ്പം PV അൻവറിന് വോട്ട് കിട്ടുമെന്നും അദ്ദേഹം തോൽക്കാൻ പോവുകയാണെന്നും കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 4 റിബൽ. അപ്പോൾ എന്തിനാണ് അദ്ദേഹം ഭയപ്പെടുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ആ റീൽസിൽ എങ്ങനെ ജനങ്ങളെ പറ്റിച്ചോ അതുപോലെ ജനാധിപത്യത്തെയും വഞ്ചിക്കാൻ അദ്ദേഹം വഞ്ചകനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇവിടുത്തെ ഡെവലപ്മെൻറ്റും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈനൽ ക്ലോസിങ്ങും അത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവും.